മക്കളെ റസൂലുള്ളാഹിയുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. നമ്മളെ ഭാര്യയെ ബന്ധപ്പെടുത്തണം. ഓൾ സ്വലാത്തിലിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്നും മദീനയിലേക്ക് എന്നും മുത്തുനബിൻ്റെ ഹദറത്തിലേക്ക് സ്വലാത്തെത്തട്ടെ, ബെയ്ത്തുകളെത്തട്ടെ, മൗലിദുകളെത്തട്ടെ. ഈ ഒരു സ്വഭാവം നമുക്ക് വേണം. നമ്മളെ വീട്ടിൽ റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതൊന്നും നമ്മളെ വീട്ടിലുണ്ടാകരുത്. അശ്ലീല സാഹിത്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. അശ്ലീല ഫിലിമുകളൊന്നും ഉണ്ടാകരുത്. അങ്ങനത്തെ സീഡികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ വീടിന് അകന്നാൽ നഷ്ടമാണ്. തങ്ങൾക്ക് ഒരു വീട് വെറുത്താൽ നഷ്ടമാണ്. അവിടെ കിടന്ന് നമ്മൾ മരിക്കുമ്പോൾ പിശാചായിരിക്കും പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യാനുണ്ടാവുക എന്ന് ഇമാം നബഹാനി തങ്ങൾ പറയുന്നത്. അപ്പോൾ തങ്ങൾ അകന്നാൽ വല്ലാത്ത അകൽച്ചയാണ്. ഇത് നമ്മൾ മറക്കരുത്. തങ്ങൾ ബന്ധപ്പെടണം നമ്മളെ വീട്. كان في عطفه لليتامى ضيفا حن قلبي له فاض شوقا إليه ليس أرجو سوى شربة من يدي الصلاة عليه والسلام عليه للسماء ارتقى فأتى بالنقى وغدا وجهه نير مشرقا كان من عفوه حين حان لقاء قال فلتذهبوا أنتم طلقا. ഞങ്ങളൊരൽപ്പനേരം സുജൂദിൽ നിന്ന് ഉയരാതെയായപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബി കരയുകയാണ്. ഒരൽപ്പനേരം അവര് സുജൂദിൽ നബി തങ്ങൾ അധികം കിടന്നപ്പോഴേക്ക് ആ നേതാവ് ഉയർന്നു കണ്ടെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. ആ മുഖം അവരിൽ നിന്ന് നഷ്ടമായോ എന്ന പ്രയാസം അവരുടെ ഹൃദയങ്ങളിൽ അലതല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അനന്തമായി അങ്ങ് സുജൂദിൽ ലയിച്ചിരിക്കുന്ന നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കരള് പടഞ്ഞുപോയി നബിയെ, ഞാൻ കരഞ്ഞുപോയി നബിയെ, അങ്ങൊന്ന് തല ഉയർത്തിയെങ്കിലെന്ന് ആശിച്ചുപോയി നബിയെ, അങ്ങ് വഫാത്തായോ എന്ന് എന്റെ ഹൃദയം വല്ലാതെ സങ്കടപ്പെട്ടു പോയി നബിയെ. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الطيبة يا طيبة يا دهر العيا